ഹായ്, വെൽക്കം ബാക്ക് ടു ഐ കിച്ചൺ. ഇന്ന് ഞാൻ അല്പം വള്ളിയും ഇലയും ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ വള്ളി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് കൈവെള്ളയിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വിരലുകളിലും കൈപ്പത്തിയിലും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. വള്ളിയുടെ 4 അരികത്തും ചെറിയ ആരുകൾ ഉണ്ടാവും. അത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ തറയ്ക്കും. ഇപ്പം അറിയില്ല കേട്ടോ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിരലുകളിൽ ചെറിയ കുത്തുന്ന ഒരു ഫീൽ ഉണ്ടാവും. മാത്രമല്ല കയ്യിൽ ചെറിയ ചൊറിച്ചിലും അനുഭവപ്പെടാറുണ്ട്. അതില്ലാതിരിക്കാനാണ് നമ്മൾ നേരത്തെ തന്നെ കയ്യിലോട്ട് അല്പം വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തത്. ഒരു പരിധിവരെ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. ഏതായാലും അല്പം വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ കത്തി ഉപയോഗിച്ചോ ചങ്ങലം പെരണ്ടയുടെ തൊലിയും നാരും എല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട്. നാട്ടിലുണ്ടാവുമ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ തമിഴ്നാട്ടിൽ വന്നപ്പോഴാണ് കേട്ടോ ചങ്ങലം പെരണ്ട എന്താണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ദഹനത്തെ ത്വരിതപ്പെടുത്താനുള്ള കഴിവ് ചങ്ങലം പെരണ്ടിക്ക് ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് ആദ്യം അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കേട്ടോ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നായിട്ട് ചങ്ങലം പെരണ്ട ഉപയോഗിക്കാം എന്ന് മനസ്സിലായത്. ഇതറിഞ്ഞപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി. ഞങ്ങളുടെ ഫാമിലി കുറച്ച് വർഷങ്ങളായിട്ട് ചങ്ങലം പെരണ്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിവിടെ ഇപ്പോൾ ധാരാളം കിട്ടുന്നുണ്ട് കേട്ടോ. കിട്ടുമ്പോൾ ഇതുപോലെ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. ഏതായാലും ഞാൻ ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ക്ലീൻ ചെയ്യാനാണ് കേട്ടോ അല്പം സമയം കൂടുതൽ വേണ്ടത്. ഏകദേശം 2 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ക്ലീൻ ചെയ്ത് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കൂ. ഏതായാലും ഇന്ന് ചങ്ങലം പെരണ്ട ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചങ്ങലം പെരണ്ട ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. പാന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറുതും വലുതുമായിട്ട് 4 പച്ചമുളക്, അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ട് 10-12 ചെറിയുള്ളി, 10-12 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തത്, അല്പം പുളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. വലിയ സൈസ് ചെറിയുള്ളി ആണെങ്കിൽ 4-5 ചേർത്താൽ മതി. അതുപോലെ തന്നെ വെളുത്തുള്ളിയും വലിയ സൈസ് ആണെങ്കിൽ 4-5 ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ഒന്ന് വാട്ടിയെടുത്തത്. അതെല്ലാം ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചങ്ങലം പെരണ്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ട് വാട്ടിയെടുക്കണം. സാധാരണ നമ്മൾ മല്ലിയില പുതിന ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ചങ്ങലം പെരണ്ട ചമ്മന്തിയും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊരു ചെറിയ ഫാമിലിക്ക് കഴിക്കാൻ പാകത്തിനേ ഉണ്ടാവുള്ളൂ. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തതടക്കം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ അളവുകൾ അടക്കം പറയുമ്പോൾ പുതിയതായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയവർക്കും ഉപയോഗപ്രദമാകും എന്ന് കരുതുന്നു. ചങ്ങലം പെരണ്ട വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യുന്നുണ്ട്. ചൂടാറാനായിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് തണിഞ്ഞതിന് ശേഷം വേണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുവാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട് ആദ്യം പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് കേട്ടോ ആദ്യം റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ആദ്യം ഇതുപോലെ തന്നെ ഒന്ന് ഒതുക്കിയെടുക്കാം. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. 3-4 തവണ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അല്പം വെള്ളം മാത്രം ചേർത്ത് ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചങ്ങലം പെരണ്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുപയർ കഞ്ഞിയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. രാവിലത്തേക്കാണ് ഞാൻ ചമ്മന്തി എടുക്കുന്നത്. രാവിലെ നമുക്ക് ക്ലീൻ ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തലേ ദിവസം തന്നെ ക്ലീൻ ചെയ്ത് വാട്ടി വെക്കാം കേട്ടോ. എന്നിട്ട് രാവിലെ ഇതുപോലൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചങ്ങലം പെരണ്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി മാത്രമല്ല കേട്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടിയാണ്. കഞ്ഞിയും ചമ്മന്തിയും ഇഷ്ടപ്പെടാത്ത മലയാളി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലൊരു ഹെൽത്തി ചമ്മന്തി ആയാലോ. നിങ്ങൾക്ക് ചങ്ങലം പെരണ്ട കിട്ടുകയാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.